പുഞ്ചിരിമട്ടത്ത് ഉരുള് പൊട്ടിയിറങ്ങുമ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഭാര്യയെ ഉരുളുകൊണ്ടുപോയ വേദനയിൽ മലയിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പിന്നീട് ഇന്നാണ് ആ വീട്ടിൽ തിരികെ എത്തിയത്. പുഞ്ചിരിമട്ടത്ത് നിന്നും ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ, അതിന്റെ ഏറ്റവും മാരക പ്രഹരം തീർത്ത പുഞ്ചിരിമട്ടയിലാണ്, മുണ്ടക്കയിലാണ് നമ്മൾ നിൽക്കുന്നത്. പുഞ്ചിരിമട്ടയിൽ ഒട്ടുമിക്ക എല്ലാ വീടുകളും ഇനി ഒരിക്കൽ പോലും ഒരാൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്തവണ്ണം നശിച്ചു ഇല്ലാതായിട്ടുണ്ട്. ഇവിടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീടാണിത്. ചേട്ടൻ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്തും വീട്ടിലുണ്ടായിരുന്ന ആളാണ്. ഇവിടുന്ന് പോകണ്ട, എന്ത് സംഭവിക്കട്ടെ എന്ന് കരുതി വീട്ടിലിരുന്ന ആളാണ്. അതിനുശേഷം മലയിറങ്ങി ഇപ്പോഴാണ് പിന്നെ വീട്ടിലേക്ക് വരുന്നത്. ചേട്ടാ, ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു? 1:30 മണിക്കാണ് പൊട്ടൽ. ഇത് ഇനിയിപ്പം ഇവിടെ എന്തെങ്കിലും നടക്കുമോ? വീട് ഒന്നും പറ്റൂല. എന്തിനു പറ്റുമോ? എല്ലാം പോയില്ലേ. കൂട്ടുകുടുംബം എല്ലാവരും, ഭാര്യയും പിന്നെ ഏട്ടൻ്റെ മക്കളും ഏട്ടനും ഒക്കെ പോയി, എല്ലാവരും പോയി. ഇനി ഇതേപോലത്തെ സങ്കല്പം നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വീടാണ് നമ്മൾ ആഗ്രഹിച്ചത്, അതുമില്ല. കണ്ണീരാണ്. ഭാരത പറയപ്പത് ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കുഞ്ഞു മക്കളെ വരെ ദൈവം കൊണ്ടുപോയി. അതുവരെ ഭയങ്കര ഒരു വിഷമമുണ്ട് നമുക്ക്. തീരാ ദുഃഖമാണിത്. അതിൽ പോയതാ. ഇതായിരുന്നു എൻ്റെ വീട്. ഇങ്ങനെ നേരെ അങ്ങോട്ട് ഒലിച്ചങ്ങോട്ട് പോയി. പിന്നെ എവിടെയാണെന്ന് അവർ പുറത്തുമില്ല, കിട്ടിയിട്ടില്ല. മക്കളുണ്ടായില്ല. മക്കൾ ചെറിയച്ഛനോടെ പോയതാണ്. വിജയൻ മരത്തിൽ പറഞ്ഞ ആളെ വീട്ടിൽ പോയതായിരുന്നു. അവർ പോയതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ പോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്, വിരുന്ന് പോയതായിരുന്നു. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? എന്ത് പറയാം, സർക്കാർ ഇപ്പോൾ എന്താ തന്നാൽ വാങ്ങും, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരാണ്. ഇതിപ്പോൾ നമുക്കൊരു വീട്, ഇപ്പോൾ ലൈഫിൻ്റെ പദ്ധതിയാണ് ഈ വീട്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇതേപോലെ ഒരു വീട് വെക്കാനും നമുക്ക് ഇനി കഴിവില്ല. ഇനി കൂലിപ്പണിയാണ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മളൊരു സുഖമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഈ നാട്ടിക്കില്ല, ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് ഇനി മടുത്തു. ഇനിയില്ല, ഒക്കെ മടുത്തു. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ബന്ധു വീട്ടിലാണ്. ഞങ്ങൾ അന്ന് പോകുമ്പോൾ നേരെ ഒരുപാട് സമയം വഴുകി. എന്ന് വെച്ചാൽ അന്ന് മിലിറ്ററി ആർമീൻ്റെ ആൾക്കാരാണ് ഞങ്ങളെ പാലം കടത്തിയിട്ട് അങ്ങോട്ട് വിട്ടത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ക്യാമ്പൊക്കെ ഫുള്ളായിരുന്നു. രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരുന്നു ഹൈസ്കൂളിൽ മേപ്പാടി. അവരെല്ലാവരും സാർമാരൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് പ്രഭവ കേന്ദ്രം. അപ്പോൾ എന്ത് ശബ്ദമായിരിക്കും ചേട്ടൻ ഉണ്ടായിരുന്ന ആ സമയത്ത്? ഇവിടെ ഞാൻ ആ റൂമിലായിരുന്നു. അങ്ങ് ലാസ്റ്റ് റൂമിലായിരുന്നു. ഞാൻ ഭാര്യ എന്താക്കി, ഭാര്യ പോയതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഓടി കയറിയതാണ്. കയറിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഫുള്ള് മരങ്ങൾ മൊത്തം വന്ന് അടഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു ബൈലറൊക്കെയാണ് വന്നത് വീട്ടിനകത്തേക്ക്. പിന്നെ ഞാൻ എല്ലാവരും സുഹൃത്തുക്കളെ എല്ലാവരും അളിയന്മാരെയും പിന്നെ എൻ്റെ ഇവിടെയുള്ള ഏകദേശം ആൾക്കാരെ മൊത്തം വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മൊബൈൽ ഫോൺ ചാർജ് കളയണ്ട, ഇപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മൊബൈൽ ചാർജില്ല, വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫാണ്. ഓരോരുത്തർ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് എൻ്റെ മൊബൈൽ ചാർജ് ഇല്ലാതെ ടോർച്ച് അടിച്ച് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ മഴവെള്ളം അങ്ങനെ പോകുന്നതാണ്. മാറോട് ചേർന്ന് നിൽക്കാമെന്ന് പറയില്ലേ. ജീവിതം ഇനി ഒരിക്കലില്ല നമുക്ക്. എന്താ വെച്ചാൽ എല്ലാ കൂടപ്പുറപ്പും ഒക്കെ പോയതിനു ശേഷം പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ളൂ? നമ്മളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണനെ പോലെയുള്ള കുറേ അധികം ആളുകളെ നമ്മൾ വേദനയോടെ കാണുന്ന ദിവസമാണ്. ഇവിടെ ഇന്നാണ് ഇവിടെയൊക്കെ JCB വരുന്നത്. JCB വന്ന് വീടിനകത്തുള്ള മണ്ണൊക്കെ ചെളിയൊക്കെ മാറ്റി അവിടെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് പണമൊക്കെ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു. അവരുടെ ഷെൽഫിൽ കുറച്ച് പണമുള്ള കാര്യം പറഞ്ഞിരുന്നു. പണം കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ബാക്കിയുണ്ടോ എന്ന് വീടിൻ്റെ ഉടമസ്ഥർ വന്ന് വേദനയോടെ നോക്കുകയാണ്. ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ ആയുസിൻ്റെ സമ്പാദ്യങ്ങളായി ആണ് ഈ നശിച്ച് പോയതൊക്കെ. അപ്പോൾ നമുക്കിതുപോലെയുള്ളവരെ ചേർത്ത് നിർത്തി പറയാൻ കഴിയണം, ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളുടെ പഴയ ജീവിതം ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. പുഞ്ചിരിമട്ടയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ VS-നും ഉണ്ണികൃഷ്ണനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.